മക്കളെ എല്ലാവർക്കും സുഖമല്ലേ? അമ്മക്കിളിക്ക് സുഖമാണ്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഒരു മൈൽ സ്റ്റോണിൽ എത്തി നിൽക്കുകയാണ്. അമ്മക്കിളിയും ആ ഒരു സ്റ്റേജിലാണ് ഇപ്പം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് നമ്മൾ ആരും വിചാരിക്കുന്ന രീതിയിലുള്ള സർപ്രൈസ് അല്ല. എല്ലാവരും പലതും വിചാരിക്കുമല്ലോ, അപ്പോൾ ഇതായിരിക്കുമോ അതായിരിക്കുമോ ഗിഫ്റ്റാണോ അതാണ്. ഒരിക്കലും ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഗിഫ്റ്റാണ് ഈ മൈൽ സ്റ്റോണിന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ചെറിയ തോതിൽ ഒന്ന് കണ്ടിട്ട് വരാം എന്താണ് മൈൽ സ്റ്റോൺ എന്നുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കഷ്ടത്തിലും പ്രയാസത്തിലും എല്ലാത്തിലും ആരാണ് കൂടെ നിൽക്കുന്നത്, എങ്ങനെയുള്ള ആൾക്കാരാണ്. അത് കൂട്ടുകാരായാലും ശരി, നമ്മുടെ റിലേഷൻസ് ആയാലും ശരി, നമ്മുടെ അയൽവക്കങ്ങളായാലും എല്ലാ സാഹചര്യത്തിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ് നമുക്ക് എപ്പോഴും ആവശ്യം. അങ്ങനെയുള്ളവരൊന്നും നമ്മൾ ഒരിക്കലും മറക്കത്തുമില്ല. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. അന്ന് മുതൽ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്, നടന്നില്ല. വാ മക്കളെ, അമ്മക്കിളിയുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡേ നോക്കാം. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. കണ്ട ഈ ഒരു നിമിഷം എത്ര സന്തോഷമായിരുന്നു. കണ്ട അമ്മക്കിളിയുടെ 60th ബർത്ത്ഡേ ആണ്. ചെറിയ തോതിൽ വന്നതൊന്ന് ഏറ്റവും അടുത്ത ഫ്രണ്ട്സുകൾ, എല്ലാ സങ്കടത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും നമ്മുടെ നല്ല കാലത്തും കൂടെ നിൽക്കുന്നവർ കാണുമല്ലോ, അങ്ങനെയുള്ളവരെല്ലാം കൂടെ ചേർന്ന് ചെറിയ തോതിൽ ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. അമ്മക്കിളിയുടെ 60ാം വയസ്സ് പിറന്നാൾ ആഘോഷിച്ചു. അതിൻ്റെ കുറച്ച് സന്തോഷത്തിൻ്റെ ഒരു സമയമായിരുന്നത്. ഇതിലെനിക്ക് എൻ്റെ മോളൊരു ഗിഫ്റ്റ് തന്നു. ഞാനും പ്രതീക്ഷിച്ചില്ല ഇതായിരിക്കുമെന്ന്. നമുക്കൊന്ന് വെളിയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ശരി എന്നാൽ പോയേക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ഇതാണ് സംഭവം. ഇത് ഞാൻ കുറേ നാൾ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇത് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്, ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ഞാൻ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പം മനസ്സിനൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അല്ലാതെ കുറച്ച് ദിവസത്തിന് അതന്നെ 2 ആഴ്ച നിൽക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതെല്ലാം സർവ്വസാധാരണ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. നമുക്കും ഇത് സ്വയമായി ചെയ്യാം. ഇപ്പൊ അവര് ചെയ്യുന്ന കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാവുന്നതേ ഉള്ളൂ. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ടാ മക്കളുടെ വീഡിയോ? ഇത് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഇതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കുന്ന കാര്യമല്ലല്ലോ. ദൈവം ഇത്രത്തോളം വഴി നടത്തി, അതായത് 60 വർഷം, അതിന് ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. അതൊരു സന്തോഷ നിമിഷം. ഇപ്പോൾ ഗിഫ്റ്റ് കണ്ടിട്ട് നിങ്ങൾ പറയുമായിരിക്കും, ഓ ഇതൊക്കെയാണോ, ഇതിനൊത്തിരി ചിലവായില്ലയോ എന്ന്. ഇതൊക്കെ ഞാനും പറയണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ മക്കള് പറയുന്നത് മനസ്സിന് സന്തോഷം തരുന്ന, എന്തായാലും പൈസയെ പറ്റി ആലോചിക്കേണ്ട, മമ്മിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇത് ഞങ്ങളുടെ ഗിഫ്റ്റാണ്, ഇത് വിലയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും മമ്മി ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മമ്മി ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. മമ്മി എപ്പോഴും സന്തോഷമായിരിക്കണം എന്നേ ഉള്ളൂ. കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. അന്ന് മുതൽ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. പക്ഷെങ്കിൽ അതിനൊരു സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വരാം കേട്ടോ മക്കളെ.